ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എഡ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ മക്കളുടെ ബേസിക് സയൻസിൻ്റെ ഓണം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 7ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകളൊക്കെ STD7 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് വീഡിയോകൾ വേണമെങ്കിൽ STD7 ഓൾ സബ്ജക്ട്സ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കുക. മലയാളം മീഡിയംകാർക്ക് വേണ്ട മലയാളം മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ STD7 ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ടാവും, അതിലെടുത്ത് നോക്കുക കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. Activity 1. Figure shows the method of production of plantlets which have the same quality as the mother plant. Which method is this? ഈ ചിത്രത്തിൽ നമുക്കൊരു പ്ലാന്റ് ഒട്ടിച്ചു വെക്കുന്ന ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇത് മദർ പ്ലാന്റിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയിട്ടുള്ള മറ്റൊരു പ്ലാന്റ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ്. ഈ മെത്തേഡിനെ പറയുന്ന പേരെന്താണ്? എന്താണ് മക്കളെ? ലെയറിങ് അല്ലേ, അല്ലെങ്കിൽ പതിവെക്കൽ, കമ്പൊട്ടിക്കൽ എന്നൊക്കെ പറയും. റൈറ്റ് 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ്ഡ് ത്രൂ ദിസ് മെത്തേഡ്സ്. ഈ മെത്തേഡിലൂടെ ഉണ്ടാക്കുന്ന പ്ലാന്റിൻ്റെ എന്തെങ്കിലും 2 ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുക. ഒന്ന്, റിട്ടൈൻസ് ദ എക്സാക്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പാരൻറ്റ് പ്ലാന്റ്. മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടായിരിക്കും. 2, ഏർലി ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്. എത്രയും പെട്ടെന്ന് എന്താണ്, പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ഇതിലെ ക്വസ്റ്റ്യൻ ബി, ക്ലാസിഫൈ ദ പ്ലാന്റ്സ് ഗിവൺ ബിലോ ബൈ ഗിവിംഗ് സ്യൂട്ടബിൾ ടൈറ്റിൽസ് ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് റൂട്ടിംഗ്. വേര് പിടിപ്പിക്കുന്നതിൻ്റെ വ്യത്യസ്ത മെത്തേഡ്സ് അനുസരിച്ച് പ്ലാന്റ്സിനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിൽ കൊടുത്തിട്ട് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന പ്ലാന്റ്സ് ഗുവ, ജാസ്മിൻ, ആൽമണ്ട്, പെപ്പർ, കാഷ്യൂ, ബോഗൻവില്ല, സപ്പോട്ട തുടങ്ങിയവയാണ് കേട്ടോ. നമുക്കിതിനെ ലെയറിങ്, സെർപ്പൻറ്റൈൻ ലെയറിങ് എന്നിങ്ങനെ 2ആയിട്ട് തരംതിരിക്കാം. അതിൽ ലെയറിങ്ങിൽ വരുന്ന ഫ്രൂട്ട്സാണ് ഗുവ, സപ്പോട്ട, കാഷ്യൂ. പിന്നെ അതുപോലെ സെർപ്പൻറ്റൈൻ ലെയറിങ്ങിൽ വരുന്നതാണ് ബോഗൻവില്ല, ജാസ്മിൻ, പെപ്പർ. ഇനി നമുക്ക് ഇതിലെ സി ക്വസ്റ്റ്യൻ നോക്കാം. തിങ്സ് ടു ബി ടേക്കൻ കെയർ ഓഫ് വൈൽ സെലക്ടിങ് സീഡ്സ് ആർ ഗിവൺ ബിലോ. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ഗ്രൂപ്പ്സ് ഫ്രം ദം. വിത്തുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. ഇതിൽ കറക്റ്റായിട്ടുള്ള ഇത് ഏതൊക്കെയെന്നാണ് ചോദ്യം. എ, ഹൈ ഈൽഡിംഗ് പ്ലാന്റ്, ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദ മിഡിൽ ഓഫ് പ്ലാന്റ്സ് ലൈഫ് സ്പാൻ, സീഡ്സ് വിച്ച് ഹാവ് നോർമൽ വെയ്റ്റ്. ഏറ്റവും ഈൽഡിംഗ് ആയിട്ടുള്ള, കൂടുതലായിട്ട് ഈൽഡിംഗ് ആയിട്ടുള്ള പ്ലാന്റ്, പിന്നെ അതുപോലെ മിഡിലിലായിട്ട് ഉണ്ടായിട്ടുള്ള ഫ്രൂട്ടിൽ നിന്ന് വേണം സീഡ് എടുക്കാനായിട്ട്. പിന്നെ സീഡ്സിന് നല്ല അത്യാവശ്യം നോർമൽ വെയിറ്റ് ഉണ്ടായിരിക്കണം. ബി, ഹെൽത്തി പ്ലാന്റ്, ആരോഗ്യമുള്ള ചെടി, റൈപ്പൻഡ് ഫ്രൂട്ട്, മൂത്ത പഴം, പിന്നെ സീഡ്സ് വിച്ച് ഹാവ് നോർമൽ സൈസ്, ഒരു നോർമൽ ആയിട്ടുള്ള സൈസുള്ള വിത്ത്. സി, ഹൈ ഈൽഡിംഗ് പ്ലാന്റ്, ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് പ്ലാന്റ്സ് ലൈഫ് സ്പാൻ, പ്ലാന്റിൻ്റെ ആദ്യത്തിലുണ്ടായ ഫ്രൂട്ട്, പിന്നെ സീഡ്സ് വിച്ച് ഹാവ് ലൈറ്റ് വെയ്റ്റ്, ഭാരം കുറവുള്ള വിത്ത്. ഡി, ഹെൽത്തി പ്ലാന്റ്, ഫ്രൂട്ട് ഫോംഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്ലാന്റ്സ് ലൈഫ് സ്പാൻ, പ്ലാന്റിൻ്റെ അവസാനം ഉണ്ടായിട്ടുള്ള ഫ്രൂട്ട്, സീഡ്സ് വിച്ച് ഹാവ് നോർമൽ ഷേപ്പിലുള്ള സീഡ്. ഇതിൽ എയും ബിയും ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അതായത് അതൊക്കെ ആ ക്വാളിറ്റീസൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. നമ്മൾ സീഡ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആ പോയിൻറ്റ്സൊക്കെ എഴുതി കൊടുക്കാം. സോ എ ബി, ഓപ്ഷൻ എ ബി 1 ആണ് കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. ക്വസ്റ്റ്യൻ 2 ഓർ ക്വസ്റ്റ്യൻ ആണ്, 2 ഉണ്ട്. അതിൽ 2A നോക്കാം. അതിലെ സബ് ക്വസ്റ്റ്യൻ എ, വെൻ ഫിനോൾഫ്താലിൻ ഈസ് സ്പ്രേഡ് ഓൺ ടു എ വൈറ്റ് പേപ്പർ എ പിങ്ക് ഇമേജ് അപ്പിയേർഡ് വിച്ച് മേ ബി ദ സബ്സ്റ്റൻസ് യൂസ്ഡ് ഫോർ ഡ്രോയിങ് ദ പിക്ചർ. ഫിനോൾഫ്താലിൻ ഒരു വെളുത്ത ഗ്ലാസ്സിലേക്ക് സ്പ്രേ ചെയ്തപ്പോൾ ഒരു പിങ്ക് നിറത്തിലുള്ള ചിത്രം തെളിഞ്ഞു വന്നു. അപ്പോൾ ആ ചിത്രം വരയ്ക്കാനിടയിലുള്ള സബ്സ്റ്റൻസ് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ലൈം ജ്യൂസ്, സോൾട്ട് സൊല്യൂഷൻ, വിനെഗർ, ടർമറിക് വാട്ടർ, ബേക്കിംഗ് സോഡ സൊല്യൂഷൻ, റൈസ് വാട്ടർ, സോപ്പ് സൊല്യൂഷൻ, ലൈം വാട്ടർ. ഇതിൽ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അതായത് ഒരു ബേസാണ്, അതുകൊണ്ടാണ് ആസിഡ് ഇൻഡിക്കേറ്റർ അടിച്ചപ്പോൾ പിങ്ക് നിറത്തിലേക്ക് വന്നത്. സോ ഓപ്ഷൻ ഡി ആണ് കേട്ടോ ടിക്കറ്റ് കൊടുക്കേണ്ടത്. ഇനി ഇതിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ആസിഡ്സ് ബേൺസ് ആർ മോർ ഡേഞ്ചറസ് ദാൻ ഹോട്ട് വാട്ടർ ബേൺസ്. വാട്ട് ഈസ് ദ റീസൺ? വാട്ട് ഈസ് ദ ഫസ്റ്റ് എയ്ഡ് ഗിവൺ ഫോർ ആസിഡ് ബേൺസ്? ഒരു ചുടുവെള്ളം ശരീരത്തിലേറ്റ് പൊള്ളുന്നതിനേക്കാൾ അപകടകരമാണ് ആസിഡ് വീണ് പൊള്ളലേൽക്കുന്നത്. അതിനുള്ള കാരണം എന്താണ്? ആസിഡ് വീണ് പൊള്ളലേറ്റാൽ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്താണ്? If acid spills on the body, it absorbs water from the body tissues. This process releases heat and destroys the tissues. The first aid measure is to pour plenty of cold water over the affected area. അപ്പോൾ ആസിഡ് നമ്മുടെ ശരീരത്തിൽ വീണാൽ നമ്മുടെ ശരീരകലകളെ അതിൽ നിന്നുള്ള ജലം അത് വലിച്ചെടുക്കുകയും ഇതുവഴി താപം പുറത്തുവിടുകയും ഹീറ്റ് പുറത്തുവിടുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ സെൽസും ടിഷ്യൂസും ഒക്കെ നശിച്ചു പോകും. അതാണ് ഇത് കുറച്ചുകൂടി ഡേഞ്ചറസ് ആണെന്ന് പറയാനുള്ള കാരണം.
ഇങ്ങനെ ആസിഡ് ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ആസിഡ് വീണ ഭാഗത്ത് ധാരാളം വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ്. ഇനി ഇതിലെ ക്വസ്റ്റ്യൻ സി, വിനെഗർ ഈസ് യൂസ്ഡ് ടു കീപ് പിക്കിൾസ് വിത്തൗട്ട് ഡീക്കെ. റൈറ്റ് ദ ടു അതർ യൂസസ് ഓഫ് വിനെഗർ. അച്ചാറുകൾ കേടുവരാതിരിക്കാൻ നമ്മൾ വിനെഗർ യൂസ് ചെയ്യാറുണ്ട്. വിനാഗിരിയുടെ മറ്റ് 2 പ്രത്യേകതകൾ അല്ലെങ്കിൽ അതിൻ്റെ 2 യൂസസ് കൂടെ എഴുതുക. ഫോർ ഡിസോൾവിങ് അഡസീവ്സ്, പശകളെ നീക്കം ചെയ്യുന്നതിന്. ഫോർ കുക്കിംഗ് പേർപ്പസസ്, പാചക ആവശ്യങ്ങൾക്ക്. ഫുഡ് പ്രോസസ്സിങ്, ഭക്ഷണം കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന്. ഫോർ സ്റ്റെയിൻ റിമൂവൽ, കറകൾ കളയുന്നതിന്. ഇനി ഇതിലെ സെക്കൻഡിലെ ഓർ ക്വസ്റ്റ്യൻ നോക്കാം. 2B. അതിലെ എ ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ ടേബിൾ ഗിവൺ ബിലോ ആൻഡ് റീറൈറ്റ് ദ മിസ്റ്റേക്സ് ഇഫ് എനി. താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അത് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്ലോറികൾച്ചർ, റീറിംഗ് ഓഫ് പോൾട്രി. എപ്പികൾച്ചർ, ഗ്രോവിംഗ് ഓഫ് മഷ്റൂം. മഷ്റൂം കൾച്ചർ, റീറിംഗ് ഹണി ബീസ്. പോൾട്രി ഫാമിംഗ്, കൾട്ടിവേഷൻ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഇതെങ്ങനെ മക്കളെ ശരിക്കും വരുന്നത്? ഫ്ലോറികൾച്ചർ എന്ന് വെച്ചാൽ കൾട്ടിവേഷൻ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്, പൂക്കൃഷിയാണ്. എപ്പികൾച്ചർ എന്ന് വെച്ചാൽ റീറിംഗ് ഹണി ബീസ്, തേനീച്ച വളർത്തൽ. മഷ്റൂം കൾച്ചർ, ഗ്രോവിംഗ് ഓഫ് മഷ്റൂം, കൂൺ കൃഷിയാണ്. പോൾട്രി ഫാമിംഗ് അതായത് പോൾട്രി ഫാമിംഗ് എന്ന് വെച്ചാൽ റീറിംഗ് ഓഫ് പോൾട്രി, അതായത് കോഴികളെ വളർത്തുന്നത് കേട്ടോ. ഇനി ഇതിലെ ക്വസ്റ്റ്യൻ ബി, ഡിസ്ട്രക്ഷൻ ഓഫ് ഫ്രോഗ്സ് മേ അഫക്റ്റ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. വാട്ട് ഈസ് യുവർ റെസ്പോൺസ് ടു ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? തവളകൾ ഇല്ലാതാവുന്നത് കൊണ്ട് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷന് അത് ദോഷകരമായിട്ട് ബാധിക്കും. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായം എന്തെന്നാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ എഴുതാം മക്കളെ. ഫ്രോഗ്സ് കൺട്രോൾ ഹാംഫുൾ പെസ്റ്റ്. ഇഫ് ഫ്രോഗ്സ് ഡിസപ്പിയർ ദ പെസ്റ്റ് പോപ്പുലേഷൻ വിൽ ഇൻക്രീസ് ലീഡിങ് ടു ക്രോപ്പ് ഡാമേജ്. തവളകൾ കീടങ്ങളെ നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തവളകളില്ലാതായാൽ കീടങ്ങൾ വർദ്ധിക്കുകയും അതുവഴി കൃഷികളൊക്കെ നാശമാവുകയും ചെയ്യും. അതുകൊണ്ട് തവളകൾ അതിൻ്റെ ഡിസ്ട്രക്ഷൻ അഗ്രികൾച്ചറിനെ വളരെ പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കും. ഇതിലെ സി ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ് ഇൻ ദ ഗ്രൂപ്പ്സ് ഓഫ് ഹൈബ്രിഡ് സീഡ്സ്. ഹൈബ്രിഡ് വിത്തുകളുടെ പേരുകളാണ് താഴെ തന്നിട്ടുള്ളത്. ഇതിൽ കറക്റ്റ് ആയത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. എ പാഡി, പവിത്ര, അന്നപൂർണ, ജ്യോതിക. ബി ചില്ലി, ഉജ്ജ്വല, ജ്വാലാമുഖി, ഭാഗ്യലക്ഷ്മി. സി ലേഡീസ് ഫിംഗർ, സൽകീർത്തി, കിരൺ, സുസ്ഥിര. ഡി ബ്രിഞ്ചാൾ, ഹരിത, ശ്വേത, സൂര്യ. എ ആൻഡ് ബി ആർ കറക്റ്റ്, സി ആൻഡ് ബി ആർ കറക്റ്റ്, സി ആൻഡ് ഡി ആർ കറക്റ്റ്, ഓൾ ആർ കറക്റ്റ്. ഇതിൽ സിയും ഡിയും ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സോ അത് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി നമുക്ക് തേർഡ് ആക്ടിവിറ്റി നോക്കാം. ക്വസ്റ്റ്യൻ എ, യു മേ ഹാവ് നോട്ടീസ്ഡ് ദാറ്റ് ഫാൻസ് ആൻഡ് ട്യൂബ് ലൈറ്റ്സ് ആർ വർക്കിംഗ് ഇൻ ദ ക്ലാസ് റൂംസ് വെൻ ദർ ആർ നോ സ്റ്റുഡൻസ്. പ്രിപ്പയർ എ പോസ്റ്റർ ഇൻക്ലൂഡിംഗ് ഇൻസ്ട്രക്ഷൻസ് ടു പ്രിവെൻറ്റ് വേസ്റ്റേജ് ഓഫ് ഇലക്ട്രിസിറ്റി. ക്ലാസ് റൂമുകളിൽ കുട്ടികളില്ലെങ്കിലും ഫാനും ലൈറ്റും ഒക്കെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇത്തരത്തിൽ ഊർജ്ജ നഷ്ടം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ വേസ്റ്റേജിനെതിരെയുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. Save energy, save future. Switch off fan and lights when leaving the classroom. Appoint an energy monitor in class to check switches before breaks. Utilize natural daylight by keeping windows open during sunny days. Report faulty appliances or flickering lights to the school office immediately. പോസ്റ്ററിൽ ആദ്യം നിങ്ങളൊരു കൊട്ടേഷൻ എഴുതണം. പിന്നെ അതിൽ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇവിടെ ആവശ്യം. അത് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ മനോഹരമായിട്ട് അതിലേക്ക് സ്യൂട്ടബിൾ ആവുന്ന ചിത്രം വരയ്ക്കണം. അത് മക്കൾ വരച്ചു കൊടുക്കണേ. ഇതിലെ ബി ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫിഗർ ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ് ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ജലം ഉപയോഗിച്ചുള്ള ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന പവർ സ്റ്റേഷനാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. അതാണ് ഇവിടെ ചിത്രത്തിൽ തന്നിരിക്കുന്നത്. ഈ ചിത്രം നോക്കിയിട്ട് എങ്ങനെയാണ് ഇവിടെ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. Electricity is generated by using the force of the water in the dam to rotate a turbine and operate a generator. ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളം അതിൻ്റെ ശക്തിയായിട്ടുള്ള ഒഴുക്കിൽ ടർബൈൻ കറങ്ങുകയും അതുവഴി ജനറേറ്റർ പ്രവർത്തിക്കുകയും അങ്ങനെയാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ സി, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സിസ്റ്റം കൺവേർട്ട് എനർജി ഫ്രം ദ സൺ ടു ഇലക്ട്രിക് എനർജി. താഴെ തന്നിരിക്കുന്നതിൽ സൂര്യപ്രകാശത്തിൽ നിന്നും ഇലക്ട്രിക് എനർജി കറണ്ട് ഉണ്ടാക്കുന്ന സിസ്റ്റം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. സോളാർ സെൽസ്, വിൻഡ് ഫാം, ജനറേറ്റർ, ഇലക്ട്രിക് സെൽ. ഏതാ മക്കളെ? സോളാർ സെല്ലാണ് ആൻസർ. ഇനി ആക്ടിവിറ്റി 4 നോക്കാം. ക്വസ്റ്റ്യൻ എ, എക്സാമിൻ ദ ഗിവൻ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആൻഡ് റൈറ്റ് ഡൗൺ ദ കറക്റ്റ് വൺ. താഴെ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റും റീസണും തന്നിട്ടുണ്ട്. അതിൽ ശരിയായത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെൻറ്റ്, കേർഡ് ഹാസ് സോർ ടേസ്റ്റ്. തൈരിന് പുളി രുചിയാണ്. റീസൺ, ഇറ്റ് കണ്ടെയ്ൻസ് ലാക്റ്റിക് ആസിഡ്. അതിൽ ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. എ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്, റീസൺ ഈസ് നോട്ട് suitable for the statement. B statement is correct, reason is suitable for the statement. C statement is wrong, reason is not suitable for the statement. D statement and the reason are wrong. ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, കാരണം റീസൺ സ്റ്റേറ്റ്മെൻറ്റിന് സൂട്ടബിൾ ആണ്.
അതാണ് കേട്ടോ ശരിയായിട്ടുള്ളത്. അതായത് ഓപ്ഷൻ ബി ആണ് ശരി. ഇതിലെ ബി ക്വസ്റ്റ്യൻ, സോപ്പ് ഈസ് മെയ്ഡ് ബൈ യൂസിങ് കോസ്റ്റിക് സോഡ, കോക്കനട്ട് ഓയിൽ, വാട്ടർ, സോഡിയം സിലിക്കേറ്റ്, സ്റ്റോൺ പൗഡർ, കളർ ആൻഡ് പെർഫ്യൂം. ദ സ്റ്റേജസ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് സോപ്പ് ആർ ഗിവൺ ബിലോ. കംപ്ലീറ്റ് ദ മിസ്സിംഗ് വൺസ്. താഴെ നമുക്ക് സോപ്പിൻ്റെ പ്രിപ്പറേഷൻ, സോപ്പിന് ഉണ്ടാക്കുന്നതിന് ആവശ്യമുള്ള സാധനങ്ങളാണ് മുകളിൽ തന്നിരിക്കുന്നത്. അതുപയോഗിച്ചുള്ള സോപ്പിൻ്റെ പ്രിപ്പറേഷനാണ് തന്നിരിക്കുന്നത്. അവിടെ വിട്ടുപോയ ഭാഗം പൂരിപ്പിച്ചു കൊടുക്കുക. അതിൽ ഫസ്റ്റ് വരുന്നത് ഡിസോൾവ് കാസ്റ്റിക് സോഡ ഇൻ വാട്ടർ. കാസ്റ്റിക് സോഡ വെള്ളത്തിൽ ലയിപ്പിക്കുക. ടു ആഡ് കോക്കനട്ട് ഓയിൽ വെൻ ഇറ്റ് കൂൾസ് ആൻഡ് സ്റ്റിർ ഇറ്റ്. തണുത്ത ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക. 3 ആഡ് സോഡിയം സിലിക്കേറ്റ് ആൻഡ് സ്റ്റോൺ പൗഡർ. ശേഷം അതിലേക്ക് സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും മിക്സ് ചെയ്യുക. 4 ആഡ് കളർ ആൻഡ് പെർഫ്യൂം. അതിലേക്ക് നിറത്തിന് കളറും മണത്തിന് പെർഫ്യൂമും ചേർക്കുക. 5 pour the thickened mixture into the mold. ആ കട്ടിയായിട്ടുള്ള മിശ്രിതം മോൾഡിലേക്ക് ഒഴിക്കുക. 6 റിമൂവ് ഫ്രം ദ മോൾഡ് ആഫ്റ്റർ സോളിഡിഫിക്കേഷൻ. ഉറച്ച ശേഷം മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്യുക. ക്വസ്റ്റ്യൻ സി, ഓൾ ആസിഡ്സ് ഹാവ് സോർ ടേസ്റ്റ്. റൈറ്റ് 2 അതർ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്. എല്ലാ ആസിഡുകൾക്കും പുളിരുചിയാണുള്ളത്. ആസിഡിൻ്റെ മറ്റ് 2 പ്രത്യേകതകൾ എഴുതുക. ടേൺസ് ബ്ലൂ ലിറ്റ്മസ് റെഡ്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. റിയാക്ട്സ് വിത്ത് മെറ്റൽസ് ടു റിലീസ് ഹൈഡ്രജൻ. മെറ്റലുമായിട്ട് പ്രവർത്തിച്ച് ഹൈഡ്രജൻ പുറത്തുവിടുന്നു. ഇനി 5th ആക്ടിവിറ്റിയാണ്. അതിലെ എ ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ ടേബിൾ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ഗ്രൂപ്പ്. ടേബിൾ നോക്കിയിട്ട് ഇതിലെ കറക്റ്റ് ഗ്രൂപ്പ് ഏതെന്ന് കണ്ടുപിടിക്കുക. ആദ്യം ഫസ്റ്റ് കോളത്തിൽ തന്നിട്ടുള്ളത് 1 യൂറിയ, 2 ടൊബാക്കോ ഡിക്കോക്ഷൻ, 3 വെർമി കോമ്പോസ്റ്റ്, 4 ട്രൈക്കോഗ്രാമ. ഇനി സെക്കൻഡ് കോളത്തിൽ എ ബയോളജിക്കൽ കൺട്രോൾ, ബി കെമിക്കൽ ഫെർട്ടിലൈസർ, സി ഓർഗാനിക് പെസ്റ്റിസൈഡ്, ഡി ഓർഗാനിക് ഫെർട്ടിലൈസർ. ഇത് കറക്റ്റായിട്ട് എങ്ങനെയാണ് വരുന്നത്? യൂറിയ കെമിക്കൽ ഫെർട്ടിലൈസർ, ടൊബാക്കോ ഡിക്കോക്ഷൻ ഓർഗാനിക് പെസ്റ്റിസൈഡ്, വെർമി കമ്പോസ്റ്റ് ഓർഗാനിക് ഫെർട്ടിലൈസർ, ട്രൈക്കോഗ്രാമ ബയോളജിക്കൽ കൺട്രോൾ ഏജൻറ്റ്. സോ ഇതിൽ എ ആണ് കേട്ടോ കറക്റ്റ് ഓപ്ഷൻ. ഇതിലെ ബി ക്വസ്റ്റ്യൻ, നമുക്ക് 3 കർഷകരുടെ അഭിപ്രായങ്ങൾ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഐ അപ്ലൈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഓൺലി. ഞാൻ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് മാത്രം ഉപയോഗിക്കാറുള്ളൂ. ഐ അപ്ലൈ ഓൺലി ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്. ഞാൻ ജൈവവളം മാത്രം യൂസ് ചെയ്യാറുള്ളൂ. മൂന്നാമത്തെ ആൾ, ഐ അപ്ലൈ ബോത്ത് കെമിക്കൽ ആൻഡ് ഓർഗാനിക് ഫെർട്ടിലൈസർ. ഞാൻ രണ്ടും രാസവളവും ജൈവവളവും ഉപയോഗിക്കാറുണ്ട്. ഹൂസ് ഒപ്പീനിയൻ ഡു യു അഗ്രി വിത്ത് വൈ? നിങ്ങൾ ആരുടെ ഒപ്പീനിയനോടാണ് യോജിക്കുന്നത്, എന്തുകൊണ്ട്? വിത്ത് ദ തേർഡ് ഫാമേഴ്സ് ഒപ്പീനിയൻ. This is because a mixed fertilizer application method using less chemical fertilizer and more organic fertilizer is more suitable for cultivation. ഞാൻ മൂന്നാമത്തെ ഫാമറുടെ അഭിപ്രായത്തോടാണ് യോജിക്കുന്നത്. കാരണം കുറഞ്ഞ അളവിൽ കെമിക്കൽ ഫെർട്ടിലൈസറും കൂടുതൽ അളവിൽ ഓർഗാനിക് ഫെർട്ടിലൈസറും എന്നുള്ള തരത്തിലുള്ളൊരു മിക്സഡ് ഫെർട്ടിലൈസേഷൻ മെത്തേഡാണ്, അല്ലെങ്കിൽ സമ്മിശ്ര വളപ്രയോഗമാണ് നമ്മളുടെ കൾട്ടിവേഷന് കൂടുതൽ സൂട്ടബിൾ ആയിട്ടുള്ളത്. ഇതിലെ സി ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ് ഓഫ് പെസ്റ്റ് കൺട്രോൾ ഈസ് ബൈ യൂസിങ് ട്രാപ്സ് ഓർ ബൈ ഹാൻഡ് പിക്കിംഗ്? നെയിം ആൻഡ് എക്യുപ്മെൻറ്റ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ഫോർ ദസ്. കൈകൊണ്ട് എടുത്തു കളയുക, അതുപോലെ എന്താ പറയുക, ട്രാപ്പ് കെണികൾ വയ്ക്കുക. ഇങ്ങനെയുള്ള പെസ്റ്റ് കൺട്രോളിന് പറയുന്ന പേരെന്താണ്? നമ്മളുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അത്തരത്തിലുള്ളൊരു എക്യുപ്മെൻറ്റ് എന്താണ്? ഇങ്ങനെയുള്ളതിന് നമ്മൾ മെക്കാനിക്കൽ കൺട്രോൾ അല്ലെങ്കിൽ മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ എന്നാണ് പറയുക. അതിനായിട്ടുള്ള ഒരു എക്യുപ്മെൻറ്റാണ് ഫിറമോൺ ട്രാപ്പ്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യനും ഓർ ക്വസ്റ്റ്യൻ ആണ്. അതിലാദ്യം 6ൽ എ നോക്കാം. സബ് ക്വസ്റ്റ്യൻ എ, ഡിഡ് യു ഒബ്സർവ് ദ ഫിഗർ വിച്ച് ഗ്യാസ് ഈസ് ഫിൽഡ് ഇൻ ദ ബലൂൺ? നിങ്ങൾ ഈ ചിത്രം കണ്ടോ? ഒരു ബോട്ടിലിൽ സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും ഉണ്ട്. എന്നിട്ട് അതിൻ്റെ വായ്ഭാഗത്തൊരു ബലൂൺ വെച്ചിട്ടുണ്ട്. ആ ബലൂൺ വീർത്ത് വന്നിട്ടുണ്ട് അല്ലേ? ഇതിൽ കാണിച്ചിരിക്കുന്ന ഈ ബലൂണിൽ ഫില്ലാവുന്ന ഗ്യാസ് ഏതാണ് മക്കളെ? ബലൂൺ വീർക്കാൻ സഹായിച്ചത് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ബി, വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഗ്യാസ് ഫിൽഡ് ഇൻ ദ ബലൂൺ? ഇതിൽ ഫില്ല് ചെയ്ത ആ ഗ്യാസിൻ്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് എ ഫ്ലെയിമബിൾ ഗ്യാസ്. കത്തുന്ന വാതകമാണ്. ലൈറ്റ് വെയ്റ്റ്, ഭാരം കുറവാണ്. ഇനി ക്വസ്റ്റ്യൻ സി, പ്ലാൻ ആൻഡ് എക്സ്പെരിമെൻറ്റ് ടു പ്രൊഡ്യൂസ് ദ സെയിം ഗ്യാസ് യൂസിങ് വിനെഗർ ആൻഡ് മഗ്നീഷ്യം റിബൺ. ഇതേ ഗ്യാസ് തന്നെ ഉണ്ടാക്കാൻ ഉള്ളൊരു എക്സ്പെരിമെൻറ്റ് വിനെഗറും മഗ്നീഷ്യം റിബണും ഉപയോഗിച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ എക്സ്പെരിമെൻറ്റ് എഴുതാൻ കേട്ടോ. ടേക്ക് എ ക്ലീൻ ടെസ്റ്റ് ട്യൂബ്. വൃത്തിയുള്ള ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക. പോർ സം വിനെഗർ ഇൻ ടു ഇറ്റ് ആൻഡ് ആഡ് എ സ്മോൾ പീസ് ഓഫ് മഗ്നീഷ്യം റിബൺ. അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഒരു മഗ്നീഷ്യം റിബൺ, ചെറിയൊരു കഷ്ണം മഗ്നീഷ്യം റിബൺ ഇടുക. സെക്യൂർ എ ബലൂൺ ഓവർ ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്ത് ഒരു ബലൂൺ ഉറപ്പിക്കുക. യു വിൽ ഒബ്സർവ് ഗ്യാസ് ബീങ് പ്രൊഡ്യൂസ്ഡ് ആസ് ദ മഗ്നീഷ്യം റിയാക്ട്സ് വിത്ത് ദ വിനെഗർ. ഈ മഗ്നീഷ്യം ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാണാം. ദിസ് ഗ്യാസ് ഫിൽസ് ദ ബലൂൺ. ഈ ഗ്യാസ് എന്താണ്? ബലൂണിൽ നിറയും. വൺസ് ദ ബലൂൺ ഇൻഫ്ലേറ്റ്സ്, ടൈ ഓഫ് ഇറ്റ്സ് ഓപ്പണിംഗ് ആൻഡ് ബ്രിങ് ഇറ്റ് നിയർ എ ഫ്ലെയിം ടു കൺഫേം ദ പ്രസൻസ് ഓഫ് ദ ഗ്യാസ്. അങ്ങനെ ബലൂണ് വീർത്ത ശേഷം എന്ത് ചെയ്യുക? അത്
ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്തു നിന്ന് എടുത്തിട്ട് ഒരു ലൈറ്റിന് അടുത്ത് അല്ലെങ്കിൽ ഒരു തീയിനടുത്ത് കാണിക്കുക. അപ്പോൾ നിങ്ങൾക്കത് വാതകം ഉണ്ടെന്ന് ഉറപ്പിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധയോടെ ചെയ്യണം, കാരണം ഹൈഡ്രജൻ ഒരു ഇൻഫ്ലൈമബിൾ ഗ്യാസാണ്, കത്തുന്ന വാതകമാണ്. സോ അത് ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്യുക. കൺക്ലൂഷൻ എന്തെഴുതാം? ഹൈഡ്രജൻ ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ ആസിഡ് റിയാക്ട് വിത്ത് വാട്ടർ, മെറ്റൽ. ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ നിഗമനം. ഇനി ഇതിലെ ബി ക്വസ്റ്റ്യൻ, 6ലെ ഓർ ക്വസ്റ്റ്യൻ ആണ് ബി. അതിൽ സബ് ക്വസ്റ്റ്യൻ എ, ഒബ്സർവ് ദ ഫിഗർ വിച്ച് മെറ്റൽ ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ. ഈ ഫിഗർ കണ്ടല്ലോ, അതിൽ ഇലക്ട്രിസിറ്റി കടത്തിവിടാനായിട്ട് സാധാരണ യൂസ് ചെയ്യുന്ന മെറ്റൽ ഏതാണ്? കോപ്പർ, സിൽവർ, അലൂമിനിയം, സിങ്ക്. ഏതാണ് മക്കളെ? അലൂമിനിയം ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ബി, ഡ്രോ ആൻ ഓപ്പൺ സർക്യൂട്ട് യൂസിങ് ദ സിംബൽസ് ഓഫ് എ മിനി മോട്ടർ, കണ്ടക്ടിങ് വയർ, ബാറ്ററി ആൻഡ് എ സ്വിച്ച്. ഒരു മിനി മോട്ടോർ, ബാറ്ററി, സ്വിച്ച് അത് യൂസ് ചെയ്തിട്ട് ഒരു ഓപ്പൺ സർക്യൂട്ട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ശ്രദ്ധിക്കുക, ഓപ്പൺ സർക്യൂട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യുക? സ്വിച്ച് ഇടാൻ പാടില്ല കേട്ടോ, അത് ഓപ്പണായിട്ട് കിടക്കണം. ഇതിലെ ക്വസ്റ്റ്യൻ സി, ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബൾബ്സ് യൂസ്ഡ് ഇൻ അവർ ഹോംസ് ആർ LED, CFL ആൻഡ് ഫിലമെന്റ് ബൾബ്. The following table indicates their properties. Examine the table and write your findings. Which bulb is better to use in your home? Write your inference. താഴെ നമുക്ക് LED, CFL, ഫിലമെൻ്റ് ഈ 3 ബൾബുകളുടെയും വ്യത്യസ്ത തരത്തിലുള്ള പ്രോപ്പർട്ടീസ് തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങളുടെ കൺക്ലൂഷൻസ്, ഫൈൻഡിങ്സും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിളാണ്. ഇതിൽ എന്താ കാണുന്നത് അത് അതുപോലെ എഴുതി വെച്ചാൽ മതി. സോ ആദ്യത്തേത് LED-യുടെ എഫിഷ്യൻസി 85 to 90% ആണ്. സ്പാൻ, അതായത് ആയുസ് എന്ന് പറയുന്നത് 25,000 അവേഴ്സാണ്. എനർജി കൺസംഷൻ എന്ന് പറയുന്നത് 6 to 20 വാട്ട്സ് മാത്രമാണ്. അടുത്തത് CFL, എനർജി എഫിഷ്യൻസി 75%, സ്പാൻ 8,000 അവേഴ്സ്, എനർജി കൺസംഷൻ 8 to 30 വാട്ട്സ്. നെക്സ്റ്റ് ഫിലമെന്റ് ബൾബ്, എഫിഷ്യൻസി 10%, സ്പാന് 1000 അവേഴ്സ്, എനർജി കൺസംഷൻ 40 to 100 വാട്ട്സ്. ഇതിൽ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, നിങ്ങളുടെ വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റിയ ബൾബ് ഇതിൽ ഏതാണ്, അതിനുള്ള കാരണം എന്താണ്? അപ്പോൾ ഇതിൻ്റെ ഫൈൻഡിങ്സ് എഴുതാൻ സുഖമാണ്. ഹൈ എഫിഷ്യൻസി ബൾബ് ഈസ് LED ബൾബ്, ദെൻ ദ സ്പാൻ ഓഫ് LED ഈസ് മോർ ദാൻ CFL ആൻഡ് മോർ ദാൻ ഫിലമെൻറ്റ്, അങ്ങനെയൊക്കെ എഴുതി വെച്ചാൽ മതി. ഇതിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ആ സംഭവങ്ങൾ, എന്തിനാണ് കൂടുതൽ എഫിഷ്യൻസി, എന്തിനാണ് കുറവ് എഫിഷ്യൻസി, എന്തിനാണ് സ്പാന് കൂടുതൽ, എന്തിനാണ് സ്പാന് കുറവ്, എനർജി കൺസംഷൻ കൂടുതൽ ഏത് ബൾബാണ്, കുറവ് ഏത് ബൾബാണ്, അതൊക്കെ എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസർ ഞാൻ എഴുതി തരാം. LED bulbs are used for household needs because they offer greater energy efficiency and a longer lifespan. Moreover, they result in minimal energy loss and are less harmful to the environment. LED ബൾബുകളായിരിക്കും വീട്ടിലാവശ്യങ്ങൾക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുക, കാരണം അതിന് വളരെയധികം എനർജി എഫിഷ്യൻസി ഉണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ലൈഫ് സ്പാനും ഉണ്ട്, കൂടുതൽ കാലം നിലനിൽക്കുകയും ചെയ്യും. പിന്നെ അതിന് വളരെ കുറവ് എനർജി ലോസ് മാത്രമേ ഉള്ളൂ, ഊർജ്ജ നഷ്ടമുള്ളൂ. അതുപോലെ പ്രകൃതിക്ക് വളരെ കുറവ് ദോഷം ചെയ്യുന്നതും LED ബൾബാണ്. സോ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ കൂടുതൽ ഉപയോഗിക്കാൻ നല്ലത് LED ബൾബാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലൂടെ ക്ലാസ്സിൽ ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. 7ാം ക്ലാസ്സിലെ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്